ഹലോ നമസ്കാരം, ഞാൻ വിനു പോളിൻ്റെ പ്രതിവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആളുകളുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫോണിലൂടെയും കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചൊരു കുറച്ച് ഡൗട്ടുകളുണ്ട്. എനിക്ക് സ്പെയിനിലേക്ക് വരുമ്പോൾ ഏത് സ്ഥലത്താണ് ഇങ്ങനെ പോകേണ്ടത്, എവിടെയാണ് ഏറ്റവും നല്ലത് ജോലി കിട്ടാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കരുതിയത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കാരണം ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളിലും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാറുണ്ട്. പക്ഷെ ആളുകൾ അറിയില്ല, 2 മിനിറ്റ് 3 മിനിറ്റ് കണ്ട് സ്കിപ്പ് ചെയ്തിട്ട് പിന്നെ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കണം, ഇത് എങ്ങനെയാണ് അതെങ്ങനെയാണ്. ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ കാണാൻ സമയമില്ല. വീഡിയോ കാണാതെ നേരെ ഡയറക്റ്റായിട്ട് ഒരു 2 മിനിറ്റ് കണ്ടിട്ട് നേരെ കാര്യങ്ങൾ എന്നോട് ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ചോദിച്ചിട്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും സെപ്പറേറ്റായിട്ട് മറുപടി പറയാൻ പറ്റാത്ത കാരണമാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ദൈവത്തോട് നിങ്ങൾ കാണുക, കണ്ടിട്ട് അതിലില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത കാര്യം അത് തന്നെ ഒന്നോടെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ് അത് നിങ്ങൾ പലരും കാണാൻ സമയമില്ല. നിങ്ങൾ ഇത്രയും വലിയ ജീവിതത്തിൽ വലിയ ഡിസിഷൻ എടുക്കുകയാണ്, പുറത്തേക്ക് പോവുക, അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതുപോലും ഫുള്ള് കാണാനുള്ള ഒരു പേഷ്യൻസ് ഇല്ല. നേരെ ഫോൺ ചെയ്യുക അല്ലെങ്കിൽ ചോദിക്കാൻ ഫോൺ ചെയ്യുകയാണെങ്കിൽ എനിക്കും ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് അറിയാൻ പാടില്ല ചോദിക്കാൻ എനിക്ക് സമയമുള്ള ഞാൻ പറഞ്ഞു എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. ചോദിച്ചേക്കാം, എന്നോട് ചോദിക്കുന്ന എല്ലാവരും റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ ഞാൻ ചെയ്തൊരു കാര്യം തന്നെ വീണ്ടും എന്നോട് ചോദിക്കുമ്പോൾ അപ്പോൾ നിങ്ങളെ വീഡിയോ പോലും കാണാനുള്ള സമയം പോലും മെനക്കെട്ടണില്ല. അപ്പോൾ അതെങ്കിലും കാണുക, എന്നിട്ട് അതിലില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നുമില്ല, ഇഷ്ടം പോലെ ഫേക്ക് ഏജൻസികൾ നാട്ടിലുണ്ട്. ഇപ്പോൾ ചുമ്മാ 10,000-2,000 കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് ജോബ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസി എന്ന് പറഞ്ഞ് വെച്ച് ആൾക്കാരെ പറ്റിക്കാനിരിക്കുന്ന ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഏജൻസികളുണ്ട്, പക്ഷേ ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഈ ചതിക്കുഴിലൊന്നും ചെന്ന് പെടാതിരിക്കുക. ഇഷ്ടം പോലെ എൻക്വയറികളാണ് വരുന്നത്, ഇങ്ങനെ ഒരു ഓഫർ കിട്ടി, ഇത് ഫേക്കാണോ അല്ലയോ എന്നുള്ളത്. ഇപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നവർക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജോബ് ഓഫർ ലെറ്റർ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞാൽ അത് വെരിഫൈ ആയിട്ട്. ഇപ്പോൾ ഒരു ദിവസം 2 ദിവസം മുമ്പ് ഒരാളെന്നെ വിളിച്ചു. സ്ഥലവും ഏജൻസി പേരും സ്ഥലം എന്ന് പറയാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യൻ്റെ കുറച്ച് പൈസ അവിടെ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ആ പൈസ തിരിച്ച് മേടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് മാത്രമേ പറയാത്തത്. അപ്പോൾ അതാണ് സ്പെയിലിങ്ങനെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് ആവശ്യമുണ്ട്, പാക്കിംഗ് സെക്ഷൻ ഇത് അതെന്നും പറഞ്ഞിട്ട് 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ വെച്ചിട്ട് മേടിക്കണേ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റായിട്ട് ജോലി ആയിട്ട് ജോലി വെക്കാമെന്ന് പറഞ്ഞ് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനങ്ങനെ അവൻ തന്നൊരു നമ്പറും ആ ഡീറ്റെയിലും വെച്ച് ഞാൻ കോൺടാക്ട് ചെയ്തു. ഇപ്പോൾ സംഭവം സ്ഥലം അങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, പക്ഷെ അവരങ്ങനെ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞ 10-40 പേരുടെ നിന്നാണ് ഇത്ര പൈസ വെച്ച് മേടിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ഇത്ര വലിയ പൈസ. ഇപ്പോൾ ഇതുപോലെ ആൾക്കാരെ പുറകെ പോയി പൈസ തിരിച്ച് മേടിക്കുക എന്നുള്ളതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ എന്തെങ്കിലും ഓഫർ ലെറ്റർ കാര്യം തന്നു പറഞ്ഞ് ചാടിപ്പടിച്ച് പൈസ കൊടുക്കുന്ന മുമ്പായിട്ട് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുക, ഡീറ്റെയിൽ അന്വേഷിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല. എനിക്ക് ഇവിടെ ഞാൻ നമ്പർ ഇട്ടേക്കാം. ഇതിൽ എനിക്ക് അവർ ഓഫർ ലെറ്റർ എന്തെങ്കിലും അയച്ചു തരാം. ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് പറ്റുന്ന പറഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇത് വലിയ ലോബികളാണ്. ഇവരുടെയൊക്കെ കൈ ചെന്ന് വിട്ട് പൈസ പോയി വെറുതെ ലാസ്റ്റ് നമുക്ക് അറിഞ്ഞിട്ടിരിക്കാനും മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമുക്ക് ടോപ്പിക്കിലേക്ക് എടുക്കാം. സ്പെയിനിലേക്ക് വരുമ്പോൾ ഏത് സ്ഥലത്തേക്കാണ് പോകേണ്ടത്, എവിടെയാണ് ഏറ്റവും നല്ലത്, കാര്യങ്ങളൊക്കെ. സ്പെയിനിൽ സ്റ്റുഡൻ്റായിട്ടോ അല്ലാതെ നിങ്ങൾ വരാനുള്ള അധികം ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ബാർസലോണ, മാഡ്രിഡ് അങ്ങനെയുള്ള ഏരിയകളിലേക്ക് പോകാൻ ഏറ്റവും ബെറ്റർ നോർത്ത് സൈഡിലേക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാനും എളുപ്പവും വർഷത്തിൽ 12 മാസം ജോലി സാധ്യതകളുള്ള ഒരു സ്ഥലങ്ങളൊക്കെ ഈ നോർത്ത് സൈഡിലേക്കൊക്കെയാണ്. നിങ്ങളിപ്പോൾ സൗത്തിലേക്ക് വരുമ്പോഴും ഈ സൗത്തിലെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീച്ച് ടൂറിസം ബേസ്ഡ് ജോബുകളാണ്. അപ്പോൾ ഈ ബീച്ച് ടൂറിസം എന്ന് പറയുമ്പോൾ അത് സമ്മർ ടൈമിൽ മാത്രമേ ഉള്ളൂ. ഒരു 6 മന്ത് ആണ് ഏറ്റവും കൂടുതൽ ജോലികളൊക്കെ സാധ്യതകൾ ഈ സൗത്ത് ആൻഡ് സൈഡിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാർസലോണ, മാഡ്രിഡ് അങ്ങനെ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ജോലി സാധ്യതകളുണ്ട്. അങ്ങനെ കമ്പനികളായാലും ഫാക്ടറീസ് ആയാലും അങ്ങനെയുള്ള ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളും സ്ഥാപനങ്ങളും ഉള്ളത് ഈ നോർത്തേൺ സൈഡിലാണ്, ബാർസലോണ, മാഡ്രിഡ്. അപ്പോൾ ഈ ഏരിയ അങ്ങനെയുള്ള ഏരിയകൾ നിങ്ങൾ ഫസ്റ്റ് വരുമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ വർഷത്തിൽ എല്ലാ മാസവും ജോലി ഉറപ്പും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. പിന്നെ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേപ്പറുകൾ വിസ അപ്ലൈ ചെയ്യാൻ നേരത്ത് ഈ ബാർസലോണ സൈഡിലേക്കുകളാണ് ഏറ്റവും അധികം പേപ്പറുകൾ ഇപ്പോൾ അവർ പാസ്സായി കൊടുക്കുന്നത്. കമ്പയർ ടു ഇപ്പോൾ സൗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ പേപ്പറുകളൊക്കെ അപ്ലൈ ചെയ്യുന്നതും അധികം റിജക്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാർസലോണ ഏരിയയിലേക്കൊക്കെ ഏറ്റവും കൂടുതൽ പേപ്പറുകൾ അപ്ലൈ ചെയ്യുന്നത് പാസ്സാവുന്നതും ഇപ്പോൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ കുറേ ആളുകൾ 2 പ്രാവശ്യം ഇവിടെ പേപ്പർ അപ്ലൈ ചെയ്തിട്ട് ഫെയിലായി, പിന്നെ നേരെ അവർ ബാർസലോണ പോയി അപ്ലൈ ചെയ്ത് പേപ്പർ കിട്ടുന്നു. അപ്പോൾ അതും മിക്ക ആളുകളും ബാർസലോണ, മാഡ്രിഡ് ഏരിയയിലേക്ക് പോയാണ് പേപ്പർ അപ്ലൈ ചെയ്തപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഈസി പ്രോസസ്സിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പേപ്പറുകൾ അപ്ലൈ ചെയ്യുന്നതിനും പാസ്സാവുന്നതിനെക്കാട്ട് ആ 2 സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്.
നിങ്ങൾക്ക് മെയിനായിട്ട് ജോലിയാണല്ലോ അത്യാവശ്യം. അപ്പോൾ ഇത് ജോലി കിട്ടാനുള്ള ഏറ്റവും എളുപ്പവും ഉള്ള സ്ഥലവും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ബാഴ്സലോണ ഈ ഏരിയയിലൊക്കെ പോവുകയാണ്. അപ്പോൾ സ്പെയിനിലേക്ക് വരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു ഏരിയയിൽ കോളേജുകളോ ജോലികളോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് തപ്പുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതൊക്കെ അന്നത്തെ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ടേക്ക് ബൈ.